10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഇവിടെ പണിയെടുക്കേണ്ടി വരുന്ന, തൊഴിലെടുക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ, യുവാക്കളുടെ മാനസികാവസ്ഥ അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടി പോവുകയാണ്, വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കോവിഡ് കാലത്തൊക്കെ തന്നെ ഓരോ വർഷവും 10,000-കണക്കിന് യുവാക്കളാണ് തൊഴിൽ തേടി പോകുന്നത്. എവിടെയാണ് തൊഴിൽ തേടി പോകുന്നത്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ തൊഴിൽ തേടി പോകുന്ന കുട്ടികളെ അന്വേഷിച്ച് ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. അവർ അവിടെ പണിയെടുക്കുന്നത് അവിടുത്തെ ഹോട്ടലുകളിലും അവിടുത്തെ ഗ്യാസ് സ്റ്റേഷനുകളിലും അവിടുത്തെ അതുപോലുള്ള ചെറുകിട സ്ഥാപനങ്ങളിലും റോഡ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ക്ലീനിങ് ജോലികളുമൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. അവർക്ക് അവിടെയും വേറെ തൊഴിലില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആ തൊഴിൽ ചെയ്താൽ മാന്യമായ ശമ്പളം കിട്ടും, മാന്യമായ വേതനം കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ ആ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അതേസമയം ഇവിടെ ഇന്ത്യയിൽ എത്ര വലിയ തൊഴിൽ ചെയ്താലും ഇതാണ് കിട്ടുന്ന ഒരു മാസ വേതനം, ഇതാണ് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ പ്രതിഷേധിക്കാതിരിക്കുക? എങ്ങനെയാണ് ഈ യുവാക്കൾ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാതിരിക്കുക? അപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ തലവൻ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഇങ്ങനെയൊരു മുന്നേറ്റത്തിന് കാരണമായി. അതിന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തയ്ക്ക് ഒരു വലിയ താങ്ക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.